ഹായ് ഡിയേഴ്സ്, കുഞ്ഞിന്റെ ചോറൂണ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചോറൂണിന് ശേഷം അടുത്തൊരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണെന്ന്. ഈ യാത്രയിൽ കുഞ്ഞൂസ് ഭയങ്കര ഹാപ്പിയാണ്. മാതൂട്ടന്റെ രണ്ടാമത്തെ ക്ഷേത്ര വിസിറ്റ് അപ്പൂപ്പൻകാവിലേക്കാണ്. പ്രകൃതിയുടെ മായാവിസ്മയം തീർക്കുന്ന അപ്പൂപ്പൻകാവിലേക്ക്. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ടല്ല ഇവിടേക്ക് വന്നത്. ചോറൂണിന് ശേഷം എല്ലാവരും കൂടി ഇരുന്നപ്പോൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് സംസാരിച്ചു. ആരും പോയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടും ചോറൂണിൽ പങ്കെടുത്ത ആളുകളെയൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കാമെന്നുള്ള തീരുമാനത്തിലാണ് ഇവിടെ എത്തിയത് തീർത്തും ഒരു നിമിത്തം പോലെയാണ്. കുഞ്ഞിന്റെ ചോറൂണ് കഴിഞ്ഞ് വരികയാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ളവര് പറഞ്ഞു എങ്കിൽ പിന്നെ ഇവിടെ വെച്ചും കൂടി ചോറൂണ് നടത്താമെന്ന്. അങ്ങനെ ഞങ്ങൾ മാതൂട്ടന്റെ രണ്ടാമത്തെ ചോറൂണ് ഇവിടെ വെച്ച് നടത്തുകയാണ്. കുഞ്ഞു ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇവിടുത്തെ പ്രകൃതിയും പ്രകൃതി ഭംഗിയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു. കുഞ്ഞിന് മാത്രമല്ല, നമുക്കാണെങ്കിൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബാണ്. പ്രകൃതിയിൽ എന്തോ ഒരു മായാജാലം ഉള്ളതുപോലെ നമുക്ക് തോന്നിപ്പോകും. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മാത്രമായിട്ടല്ലെങ്കിൽ പോലും ഒരു തവണയെങ്കിലും വരേണ്ട ഒരു ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ഒരു കാവാണിത്. ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മളെ അതിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാന്തിക ശക്തി ആ പ്രകൃതിയിലുണ്ട്. അതൊന്നും വാക്കുകൾ കൊണ്ട് പറഞ്ഞ് പ്രകടിപ്പിക്കാൻ പറ്റുന്നതല്ല. ഒരു വട്ടമെങ്കിലും അവിടെ പോയി അനുഭവിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവൂ. അങ്ങനെ ചോറൂണൊക്കെ വളരെ ഭംഗിയായി നടന്നു. അതിനുശേഷം കുഞ്ഞിനെ അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും നടയിൽ നിർത്തി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് പ്രകാരം ഞങ്ങൾ അത് ചെയ്തു. ആ ഒരു സമയം മാതൂട്ടന്റെ മുഖത്ത് എന്തൊരു സന്തോഷമായിരുന്നെന്നോ. കല്ലേലി ഊരാളി അപ്പൂപ്പൻ ഒരു പ്രപഞ്ച ശക്തിയാണെന്നാണ് വിശ്വാസം. 999 മലകൾക്ക് അധിപനാണ് ഊരാളി അപ്പൂപ്പൻകാവ്. ഊരാളിമാരാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൗളാചാര പ്രകാരമാണ് പൂജാവിധികൾ. ഈ ക്ഷേത്രത്തിനെ കൂടുതൽ പ്രകൃതി രമണീയമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വനത്തിനുള്ളിലെ ഒരു കാവാണിത്. അത് മാത്രവുമല്ല, അച്ഛൻ കോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി വിസ്മയം കൂടിയാണ്. വാനരയൂട്ടും മീനൂട്ടും ഒക്കെ ദിവസേന നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഓരോ ജീവജാലങ്ങളെ നിരീക്ഷിച്ചാൽ തന്നെ അവർ ഈ പ്രകൃതിയിൽ എത്രത്തോളം സന്തോഷവാന്മാരാണെന്ന് നമുക്ക് കാണാൻ കഴിയും. 365 ദിവസവും പൊങ്കാലയും അന്നദാനവും ഒക്കെയുള്ള ഏക വനക്ഷേത്രം കൂടിയാണിത്. നീണ്ടുനിന്ന പ്രകൃതിയാസ്വാദനത്തിനു ശേഷം ഉറക്കത്തിലേക്ക് കടക്കുന്ന മാതൂട്ടനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞങ്ങളും പ്രകൃതിയിലേക്കൊക്കെ ഒന്ന് കണ്ണോടിച്ചു. അങ്ങനെ അവിടുത്തെ അന്നദാനത്തിന് ശേഷം അച്ഛൻ കോവിലാറിന്റെ മനോഹാരിതയും കണ്ട് തണുത്ത കാറ്റൊക്കെ കൊണ്ട് വനഭംഗിയും ആസ്വദിച്ച് മടക്കയാത്ര തുടങ്ങി. ഒരു ചോറൂണിന് പോയി 2 ചോറൂണ് കഴിഞ്ഞ് അവശനായി ഉറങ്ങുന്ന മാതൂട്ടനെയും കൊണ്ട് ഇനി നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകാം.